സൗഹൃദം നിരസിച്ചതിന് യുവതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ കേസിൽ 2 യുവാക്കൾ പിടിയിൽ. പാലക്കാട് കുന്നത്തൂരിലാണ് സംഭവം. തോലന്നൂർ സ്വദേശി അഖിൽ, പുതുശ്ശേരി സ്വദേശി രാഹുൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇവർ തന്നെയാണ് ഇതുണ്ടാക്കിയത്, ഈ പെട്രോൾ ബോംബ് ഉണ്ടാക്കിയതെന്നും പറയുന്നു. എന്താണ് ഈ സംഭവം, ഈ പകയ്ക്ക് കാരണമെന്ത് ശ്രീജിത്ത്? 17-കാരിയാണ് കുത്തന്നൂർ സ്വദേശിയായ പെൺകുട്ടി. ഈ പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം ഏതാണ്ട് പഠനകാലം മുതൽ ഉണ്ടായിരുന്ന സൗഹൃദമാണ് ഈ അഖിൽ എന്ന തോലന്നൂർ സ്വദേശിക്ക്. എന്തായാലും ഈ സൗഹൃദം നടിച്ച് അല്ലെങ്കിൽ ഈ സൗഹൃദം ഒരു വഴക്കായി മാറി പിന്നീട് അത് പിണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക, കാണാൻ സമ്മതിക്കാതിരിക്കുക എന്നൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് വീട്ടിലേക്ക് രാത്രിയാണ് എത്തുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഗുണ്ട് എറിഞ്ഞു. പിന്നീട് ഈ പറയുന്ന പോലെ കല്ലെടുത്തെറിഞ്ഞ് വീടിൻ്റെ മുൻവശത്തെ ജനൽച്ചില്ല് പൊളിച്ചു. പെട്ടെന്ന് തന്നെ പെട്രോൾ ബോംബ് കത്തിച്ച് അവിടെ വെച്ച് ബൈക്കിൽ ഈ സംഘം രക്ഷപ്പെടുകയായിരുന്നു. 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അഖിലിന് കൂട്ടായി പുതുശ്ശേരിയിലെ ഒരു സുഹൃത്ത് രാഹുൽ എന്ന ആ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. പോലീസിനെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി കുഴക്കിയിരുന്ന മേഖലയിൽ ഒന്നും തന്നെ CCTV-കൾ ഉണ്ടായിരുന്നില്ല. 35ഓളം CCTV-കൾ പരിശോധിച്ചു. പിന്നീട് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഈ 2 ചെറുപ്പക്കാരാണ് എന്ന് മനസ്സിലായത്. പിന്നീട് എന്തെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ ചെറുപ്പക്കാരുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു, മൊഴികൾ രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ആണ് ആ അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായത്. അതിനുശേഷം ആ വീട്ടിലേക്ക് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയി. അവിടെ വെച്ച് കൃത്യമായി തന്നെ ഈ അഖിലും അതുപോലെ തന്നെ രാഹുലും പോലീസിനോട് പറഞ്ഞു, ഇവിടെയാണ് താൻ പെട്രോൾ ബോംബ് കത്തിക്കാൻ വേണ്ടി വെച്ചത്, അതുപോലെ തന്നെ കല്ലെടുത്ത് എറിഞ്ഞത് ഇവിടേക്കാണ്, ഗുണ്ടും എറിഞ്ഞിരുന്നു എന്നും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും പോലീസ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് അപകടങ്ങൾ, അതായത് പൊട്ടാതിരുന്നത് മാത്രമാണ്, ഇത് കത്തിയില്ല ഈ പെട്രോൾ ബോംബ്, അതുകൊണ്ട് അത് പൊട്ടാതിരുന്നത് മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായതെന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഒരുപക്ഷെ ആദ്യമായിരിക്കും പ്രണയം നിരസിച്ചതിന് വീട്ടുകാർക്ക് നേരെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീടിന് നേരെ ഒരു പെട്രോൾ ബോംബ് എറിയുന്ന സംഭവം. ഭയപ്പെട്ടാണ് ആ നാട്ടുകാർ അറിയിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെ വന്നിരുന്നു. എന്തായാലും പോലീസിന്റെ ഒരു സമയോചിതമായ ഇടപെടൽ, കുഴൽമന്ദം പോലീസാണ്, അവരെ അഭിനന്ദിക്കാതെ വയ്യ, അവർ കൃത്യമായി ഇടപെട്ടു, പ്രതികളെ പിടിച്ചു. ശരി, ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.